അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഉപദേശമായിട്ട് ഞാൻ വരുന്നതാണ്. കാരണം എന്താണെന്നറിയോ, കുറച്ച് 1, 2, 3 എന്നല്ല, അത് ഏജും ചെറിയ നമ്മളെ കല്യാണപ്രായം എത്തിയ കുട്ടികൾ മുതൽ കുറച്ചൊരു 45 വയസ്സ് വരെ പ്രായമുള്ള കുറച്ച് സ്ത്രീകളെ എനിക്ക് വോയിസ് ഇട്ടിട്ട് പല പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വോയിസ് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ചതിയിൽ പെട്ടുപോയി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയെന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പല രൂപത്തിലുമായിട്ടുണ്ടാകും. കാരണം ചെറുപ്രായത്തിലൊക്കെ അവർ സ്കൂൾ പഠിക്കുന്ന കാലങ്ങളിൽ ആരോടെങ്കിലും ഒരു നല്ലൊരു സ്നേഹം കാണിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളർന്നവർ വലുതായി വരുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മുഖം ഏതാർക്കാർക്കും ഉണ്ടാവുമായിരിക്കും എന്ന് ഞാൻ പറയാം കേട്ടോ. കാരണം അവരുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് പറഞ്ഞ് സമാധാനപ്പെടുത്താനേ കഴിയുന്നുള്ളൂ. കാരണം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ആകെ കൂട്ടിക്കുഴഞ്ഞിട്ട പോലെ ആയി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു കല്യാണം കഴിച്ചത് എന്നൊക്കെയുള്ള പല പ്രയാസങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിന് ഒരു സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാനോ ഒരു കാര്യത്തിനും അവർക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം പല അസ്വരസങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതേ കാണുന്ന ചങ്ങാതിമാരെയും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളെയും നമ്മളെ ക്ലാസ്സിലാവുമ്പോൾ ചെറുപ്രായത്തിലാവുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്നത്തെ പോലെയല്ല പണ്ട് എല്ലാവരുമായിട്ട് നല്ല മിങ്കിളായാലും യാതൊരു വിധ വിഷമങ്ങളും സംഭവിക്കാത്തൊരു കാലമാണ് പണ്ട്. ഇന്നങ്ങനെയല്ല, ഇന്ന് നേരെ മറിച്ചാണ്. കാരണം ചെറിയ പ്രായമുള്ള കുട്ടികളോട് പോലും നമ്മൾ സ്കൂൾ പഠിക്കുന്ന അതേ ഏജിലുള്ള നമ്മൾ പോലും എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ആ സമയത്ത് തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ കഴിഞ്ഞ മുന്നേയുള്ള കാലങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവരങ്ങനെ പിന്നെ നമ്മൾ നല്ലൊരു ഒരു ചങ്ങാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം എല്ലാം കൊണ്ടും ചങ്ങാതിയാണല്ലേ. കാരണം വേറെ തെറ്റല്ലാത്ത രൂപത്തിൽ നമ്മൾ ചങ്ങായി കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മളോട് ഒന്ന് സംസാരിക്കാനും എല്ലാ ഹെൽപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇന്നെന്ന് വെച്ചാൽ ചങ്ങാതി എന്ന് വെച്ചാൽ പല രൂപത്തിലാണ് ആൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നഷ്ടപ്പെടുന്നത് നമ്മളെ ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിതം നമ്മൾക്ക് ഇപ്പോൾ ഒരു വിവാഹം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തന്നെ മനസ്സിലാക്കി എല്ലാം ഒരുമിച്ചിട്ട് എല്ലാവർക്കും കിട്ടണം എന്നില്ല. അതിൽ പലതും പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് തന്നെ ലൈംഗികമായിട്ട് ഭാര്യയും ഭർത്താക്കന്മാരും ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് അതും ഒരു വിഷമഘട്ടത്തിലായിക്കിട്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങളെ കമൻറ്റ് നിങ്ങൾ അറിയിക്കണം കേട്ടോ. കാരണം ഒരു 3-4 കുട്ടികൾ വന്ന് കരഞ്ഞിട്ട് വിവാഹം കഴിച്ചത് എന്താ പറയുക, കണ്ണുനീരിലായി എന്ന് പറഞ്ഞിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് വരെ ആ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിന്ന കുട്ടികളൊക്കെ തന്നെ അപ്പം നമ്മൾ അറിയുന്ന കുട്ടികളാണ് കേട്ടോ. അറിയുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും തന്നെ അറിയുന്ന കുട്ടികളാണ്. അവർക്ക് ജീവിതത്തിൽ യാതൊരു ഒരാഴ്ച കല്യാണം കഴിഞ്ഞ് സന്തോഷിക്കേണ്ട സമയത്ത് അല്ലേ, ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി സംസാരിക്കുമ്പോൾ ഒരു ചങ്ങാതിമാരെക്കാളും കൂടുതലായിട്ട് നമ്മൾ സ്നേഹിച്ചു പോകും അല്ലേ. അപ്പോൾ ആ സ്നേഹിച്ച് സന്തോഷിക്കേണ്ട സമയത്ത് അവർക്ക് വെറും കണ്ണുനീര് മാത്രമായി. ലാസ്റ്റ് എന്താണ് മുഖത്തൊരു സന്തോഷമില്ലാത്തൊരു മുഖത്തൊരു പ്രസന്നത ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചപ്പോഴും പിന്നെ നമ്മൾ അറിഞ്ഞപ്പോഴും തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കമൻറ്റിൽ, കാരണം ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു സംഭവമാണല്ലേ. എല്ലാ ലോക ചരാചരങ്ങളിലുള്ള ജീവികൾക്കായാലും പോലും അല്ലെ, സസ്യങ്ങൾക്കായാലും പോലും സസ്യങ്ങളൊക്കെ പരാഗണം ചെയ്യുന്നത് പോലെ തന്നെയാണ് ജീവികൾക്കായാലും മനുഷ്യന്മാർക്കായാലും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖകരമല്ലാത്തൊരു ജീവിതം ആസ്വദിക്കാൻ കഴിയാത്തൊരു സന്തോഷമില്ലാത്ത ദുഃഖത്തിലാകുന്ന ഒരു ജീവിതം നേരിട്ട് കൊണ്ടിരിക്കും. ഭയങ്കരമായ പ്രയാസം ഉണ്ടാവും. അതൊക്കെ തന്നെ ശരിയാക്കി അവരിപ്പോൾ നല്ല നിലയിൽ ജീവിച്ച് കൊണ്ടിരിക്കുന്നു. അവർക്ക് 2-3 വലിയ വലിയ കുട്ടികളായി. ചില ആൾക്കാർക്ക് ചെറിയ കുട്ടികളുണ്ട്. പറഞ്ഞ് കൊടുക്കേണ്ട രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരിപ്പോൾ ജീവിതത്തിൽ സന്തോഷം ആസ്വദിക്കുകയാണ് കേട്ടോ.
സമാധാനം ആസ്വദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തന്നെ അങ്ങനെ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ മാത്രം ഞാനത് നാളത്തെ വീഡിയോ ആയിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്താണ് സംഭവം, എന്താണ് ലൈംഗിക ബന്ധം, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഉള്ളതല്ലേ, നമുക്ക് അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരുപാട് കുട്ടികൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് ജീവിതം താറുമാറാകുന്നിടത്ത് നിന്ന് രക്ഷപ്പെട്ട കുറേ കുട്ടികളെ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ എന്നോട് 3-4 ദിവസം മുമ്പേയും ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടായി. ഇന്നും ഒരു വോയിസ് വന്നത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. കാരണം അവരെ ജീവിതം താറുമാറായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം എൻ്റെ ആ ചെറുപ്രായത്തിലുള്ള ചങ്ങാതിനെ ഞാൻ ഇപ്പോൾ കണ്ടുമുട്ടി. അവരുമായിട്ട് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ച്, അവരെന്നോടും എൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ച് അവരുടെ വിഷമങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നോക്കുമ്പോഴേക്ക് എങ്ങനെയും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള രൂപത്തിലാകുമ്പോൾ അവർ എപ്പോഴും സംസാരിക്കും, പിന്നെ കൂട്ടുകൂടിയും ചങ്ങാതിമാറാകുകയും അതിൽ കവിഞ്ഞിട്ടുള്ള സംസാരം ഫോണുകളിലെല്ലാം ആയി കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാർ അറിയും, ഭാര്യമാരും അറിയും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂ പിന്നെ അനുഭവിക്കാനിടയാവും. അത് നമ്മളായിട്ട് ഉണ്ടാക്കരുത്. കാരണം എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ആർക്കും തന്നെ 100-ൽ 110% സന്തോഷത്തോടെയൊന്നുമല്ല ആരും തന്നെ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിയുന്നിടത്താണ് നമ്മുടെ ജീവിതം ശരിക്കും ഉത്തമമായ ജീവിതം ആയി വരികയുള്ളൂ. നമ്മൾ വിചാരിക്കും ഒരു കല്യാണം സമയത്തിലേക്ക് എത്തി, കല്യാണം കഴിഞ്ഞ് വിവാഹം ചെയ്ത് എല്ലാം സ്വർഗം പോലത്തെ സന്തോഷിക്കാം എന്നൊക്കെ നമ്മൾ കരുതുന്നു. അത് പല ആൾക്കാരും പല രൂപത്തിലുള്ള ആളായിരിക്കും അല്ലേ. നമ്മളെവിടുന്നോ ഉള്ള 2 വ്യക്തികളാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ. അവരുടെ സ്വഭാവം എങ്ങനെയാണോ, സംസാരം എങ്ങനെയാണോ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണോ, അവരുടെ പിന്നെ ഓരോ പ്രവൃത്തികൾ എന്താണെന്നൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതൊന്നും നിർവചിക്കാൻ വേണ്ടി കഴിയുകയില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ എപ്പോഴും ദുആ ചെയ്യേണ്ടത്. പടച്ച തമ്പുരാനെ, എന്നെ കല്യാണം കഴിക്കുന്നവർ അതാണായാലും പെണ്ണായാലും ദുആ ചെയ്യേണ്ടത് എനിക്ക് എൻ്റെ മനസ്സിന് ഒത്ത് ഇണങ്ങി വരുന്ന ഒരു കുട്ടിയായിരിക്കണേ അല്ലാ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകേണ്ടത്. അല്ലാഹുവേ, ഞാൻ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാത്തൊരു വ്യക്തിയായിരിക്കണേ അല്ലാഹുവേ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് തൗഫീക്ക് ചെയ്ത് തരേണ്ടത്. അല്ലാഹുവേ, എന്നെ ദുഃഖത്തിലാക്കല്ലേ അല്ലാ, വിഷമത്തിലാക്കല്ലേ അല്ലാ എന്ന് എപ്പോഴും ദുആ ചെയ്യുക. അപ്പോൾ അതിലും ചില സമയത്ത് നമ്മൾ പരാജയപ്പെടേണ്ടി വരും. അത് പരാജയം നമുക്ക് വിജയത്തിൻ്റെ ലക്ഷ്യമാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ എന്നോട് ആ കുട്ടി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒപ്പം പഠിച്ച ആ കുട്ടീനെ എനിക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ പെട്ടുപോയിരിക്കുകയാണ് എൻ്റെ ഭർത്താവ് ഇത് അറിഞ്ഞ് ആകെ പ്രശ്നത്തിലാണ് എന്നും പറഞ്ഞ് ആ ഭർത്താവ് തന്നെ ഇടപെട്ട് എല്ലാം മനസ്സിലാക്കി ഫോൺ നമ്പർ എടുത്ത് എല്ലാം ചോദിച്ചറിഞ്ഞ് എന്നിട്ട് ആ മറ്റവൻ്റെ ഭാര്യനോട് കൂടി ആ വീട്ടുകാരോടും കൂടി അറിഞ്ഞ് മൊത്തത്തിൽ പ്രശ്നമായി, സമാധാനം ഇല്ലാത്തൊരു ജീവിതമായി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം എനിക്ക് 2 കുട്ടികളുണ്ട്. ഇങ്ങനെ തന്നെയാണ് 3-4 സ്ത്രീകൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ അവരോടെല്ലാം പറഞ്ഞു, കാരണം നമുക്ക് എല്ലാം നേടിയെടുക്കുക, എല്ലാം സന്തോഷമാണെന്നുള്ള ജീവിതം നമുക്ക് ആരും തന്നെ മനസ്സിൽ കാണാൻ വേണ്ടി പാടില്ല. അവിടെ ആയിരിക്കും നമുക്ക് പരാജയം വരിക. കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം ഒത്തൊരുമിച്ചിട്ട് പോകുമ്പോൾ അതിനൊക്കെ തന്നെ നമ്മൾ അനുകരിച്ച് നിൽക്കുമ്പോൾ, അത് സഹകരിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെ ജീവിതം സന്തോഷത്തിലാകുക. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പുറം ഒന്ന് പറയുമ്പോൾ നേരെ വിപരീതമായിട്ട് ചിന്തിക്കുന്നിടത്താണ് ജീവിതം കൊഞ്ഞാട്ടയായി പോവുക. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് ശ്രദ്ധിക്കണം. ഇന്നത്തെ ജീവിതത്തിൽ ഒരുപാട് ഡൈവോഴ്സ് ആയാലും മരണമായാലും സംഭവിക്കുന്നത് അതാണ്. കാരണം ഒന്നിനും ക്ഷമയില്ലാത്ത കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ തന്നെ പല ആൾക്കാരും, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപാട് സ്ത്രീകളും പറയുന്നുണ്ട്, നീട്ടി വലിച്ച് കൊണ്ടുപോവല്ലേ, ചെറിയ വീഡിയോക്ക് എന്തിനാ ഇത്ര വലിയ ഇങ്ങനെ പറയുന്നതെന്ന്. നമുക്ക് ഇതിൽ നിന്നൊന്നും ഒന്നും നേടാൻ വേണ്ടി കഴിയില്ല. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഒരുപാട് റീച്ചായിട്ട് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണുള്ളതെന്ന്. ഇപ്പം 3-4 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് തന്നെ എല്ലാവരുടെ വോയിസും ഞാനിവിടെ, എനിക്ക് നമ്പറുണ്ടല്ലോ, വീഡിയോൻ്റെ അകത്ത് എൻ്റെ നമ്പറുണ്ട്. ഒരാഴ്ചയിൽ മുൻപേ ഇട്ട വീഡിയോയിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ
ആ വീഡിയോയിലുള്ള നമ്പർ കൊണ്ട് അവരെല്ലാവരും തന്നെ വോയിസ് ഇങ്ങനെ അയക്കും. ഇത്താ അങ്ങനെയാണ്, ഇത്താ ഇങ്ങനെയാണ്, ഇത്താ പ്രശ്നം പല രൂപങ്ങളിലാണ്, ഇത്താ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല, അത്രയും അവതാളത്തിലായി പോയിട്ടുള്ള എങ്ങനെ ഇത്ത ഒന്ന് കരകയറി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നീയത്ത് വെച്ച് തരുമോ, എന്തെങ്കിലും ഓതാൻ വേണ്ടി തരുമോ ഇത്ത, ഒന്ന് ഹെൽപ്പ് ചെയ്യത്ത, ഹെൽപ്പ് ചെയ്ത്. ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യേണ്ട റഹ്മാനു റഹീമായ നാഥനാണ്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ഇന്നത് നീയത്ത് വെച്ച് ഓദിക്കോ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരുപാട് കരച്ചിലാണ് കേട്ടോ, ഒരുപാട് കരച്ചിൽ. കാരണം 44 വയസ്സുള്ള സ്ത്രീ പോലും ഇങ്ങനത്തെ കുടുക്കിൽ പെട്ടുപോയിട്ടുണ്ട്. കാരണം അവർ പെട്ടുപോയത് മാത്രമല്ല, അവർ കറങ്ങാനും കൂടി പോയിട്ട് അവരുടെ ജീവിതം എന്താ പറയുക, മക്കളൊക്കെ വലുതാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം എന്നാൽ എനിക്ക് നിങ്ങളോടൊക്കെ തന്നെ പറയാനുള്ളത്. നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാം വീണുടഞ്ഞ പോലെ ആയിപ്പോവും. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണുടഞ്ഞു പോയി പിന്നെ നമ്മൾ തിരിച്ച് ഖേദിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല അല്ലേ. നമ്മൾ ഒന്നിൽ നിന്ന് തന്നെ നമ്മളോടിപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ എത്ര കുട്ടികൾ നമ്മളോട് ഇടപഴകിയിട്ടുണ്ടാവില്ലേ. ഇടപഴകുന്ന വെച്ചാൽ സംസാരത്തിലേക്ക് കൂടിയും എന്തെങ്കിലും ഒരു പെൻസിലോ പെന്നോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മഷി തീർന്നു പോയി കഴിഞ്ഞാലോ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ പൂർവ്വ വിദ്യാർത്ഥിയായ സമയത്ത് നമ്മൾ അവരെ കാണേണ്ട രൂപത്തിൽ മാത്രം കണ്ടാൽ ഒരു കുഴപ്പമില്ല അല്ലേ. നമ്മളല്ലാത്ത രൂപത്തിൽ കാണുമ്പോൾ അതായാലും അതാണായാലും പെണ്ണായാലും തന്നെ അങ്ങനെ കാണുമ്പോൾ അതിനൊരു വഴി വെച്ച് കൊടുക്കുന്നത് നമ്മൾ സ്ത്രീകളാണ്, ചിലപ്പം പുരുഷന്മാരായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതം താറുമാറായി പോവുക. നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ് ഒരുപാട് സമ്പന്നതയിലുള്ള ആൾക്കും വിഷമങ്ങളുണ്ടാവും, പല രൂപത്തിലുണ്ടാവും, പല പ്രയാസങ്ങളും കൊണ്ടും അനുഭവിക്കുന്നുണ്ടാവും. ഒന്നും വേണ്ട, ഒരൊറ്റ ഒരു സംഭവത്തിൽ നിങ്ങൾ ദുഃഖിച്ചാൽ മതി, ഒന്നിൽ പരാജയപ്പെട്ടു പോയി. ഏത് കാര്യമാണ്, ലൈംഗിക ബന്ധത്തിലെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് എഴുതുക. അതെന്താണ് ഇത്ത, എങ്ങനെയാണ് ഇത്ത എന്ന് ചോദിച്ച് കമൻ്റ് ഇട്ടാൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഒരുപാട് മക്കളെ വിചാരം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് നമ്മളെ കല്യാണം കഴിച്ചവർ എല്ലാം നീങ്ങി നിൽക്കും എന്നാണ്. അങ്ങനെ ഒരിക്കലും കരുതരുത്. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് വന്ന അത് രണ്ടാളും ഇണയായി തുണയായി ജീവിക്കേണ്ടവരാണല്ലേ. ഇണകളായി ജീവിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല. കണ്ണുനീരാന്ന്, വിഷമങ്ങളാന്ന്, പ്രയാസങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ ജീവിതം വേണ്ട, ഡൈവോഴ്സിൻ്റെ വക്കിൽ പോലും എത്തിയ ആൾക്കാരുണ്ടായിന്. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, പലതും ഇപ്പം നമ്മളെ പല ജനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിഷമങ്ങളിലായി പോകുന്നുണ്ട്. നമ്മൾ തന്നെ വലിയ പ്രായമെത്തിയ 44 വയസ്സെല്ലാം കഴിഞ്ഞ ആൾക്കാർ തന്നെ ഇങ്ങനെ ഓരോ ചതിയിലും പെട്ടുപോയി കഴിഞ്ഞാൽ അത് കണ്ട് വളരുന്ന നമ്മളെ മക്കളോ അതിനേക്കാൾ വലിയ ചതിയിൽ പെടും. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളോളം വളർന്ന മക്കളാവുമ്പോൾ നമ്മൾ അങ്ങേയറ്റ സൂക്ഷ്മതയോടെ ജീവിക്കാൻ വേണ്ടി നോക്കുക. നല്ല വഴി മാത്രം മക്കൾക്കും കൂടി പറഞ്ഞു കൊടുക്കുക, നമ്മളും കണ്ടെത്തുക. എപ്പോഴും തന്നെ നമ്മൾ പരിശുദ്ധമായ ഖുർആനിലുള്ള ഓരോ സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്യുക. അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. നമ്മളെ ഈ ഇബ്ലീസിൻ്റെ ചതിയിൽ പെടുത്തില്ല. നമ്മളെ വഴി ഒരു കാരണവശാലും മുടങ്ങാനുള്ള വഴി ഉണ്ടാക്കില്ല. നമ്മൾ ഹൈറിൻ്റെ പാതയിൽ മാത്രം ജീവിക്കുന്നവരാണ് അള്ളാഹുവിന് മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി തരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ മക്കളെ ചതിയിൽപ്പെട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഇനിയെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായാലും പഠിച്ചു കഴിഞ്ഞവരായാലും തന്നെ നമ്മളെ പൂർവ്വകാല സഹപാഠികളെ കണ്ടു കഴിഞ്ഞാൽ അതിരറ്റ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, നമുക്കതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അത് നമ്മൾ പ്രൈവറ്റാക്കി വെക്കുക. അല്ലാണ്ട് എല്ലാം തുറന്ന പുസ്തകം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സ് അവർക്കും മനസ്സിലാവും, അവരെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ചെറുപ്രായത്തിൽ പണ്ട് കഴിഞ്ഞ കാലത്തിലെ ചെറിയ പ്രായത്തിലൊന്നും ഇന്നത്തെ യുഗത്തിലുള്ള പോലത്തെ സംസാരങ്ങളും ശൈലികളും ഇല്ല. പക്ഷേ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം സംസാര ശൈലി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എങ്ങനെയാണോ നമുക്കൊരു ആളോട് സംസാരിക്കാൻ പറ്റുന്നത് അത് അവർ ആ സുഖം കണ്ടെത്താൻ വേണ്ടി നോക്കും. അപ്പോൾ തകരുന്നത് നമ്മുടെ ലൈഫാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഒരുപാട് സ്ത്രീകൾ ഇന്ന് കണ്ണീരിലാന്ന് മക്കളെ. നിങ്ങളെല്ലാവരും തന്നെ അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഭർത്താവിന് വേണ്ടിയിട്ടും നാണക്കേടുണ്ടാക്കുന്ന പരിപാടി ഒന്നും തന്നെ നിങ്ങൾ ഉണ്ടാക്കരുത്.
ഇതിൽ പെട്ടുപോകുക, നമ്മളെ കുടുംബം കൂടി തലതാത്തി നടക്കാനുള്ള വഴിയായിപ്പോവും. അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള നമ്മളെ കുടുംബക്കാരും നമ്മളെ ഫ്രണ്ട്സ് പോലും നമ്മളെ അകത്ത് നിൽക്കാനുള്ളൊരു വഴിയിലായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരട്ടെ. നമുക്ക് സ്നേഹം വേണമല്ലേ, നമ്മളെ പണ്ടേ കണ്ട ആൾക്കാരോട് നമ്മളൊന്ന് സംസാരിക്കുകയും സുഖവിവരം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യണം. അതിൽ കൂടുതൽ കാര്യം ഒന്നും തന്നെ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്കത് കഴിഞ്ഞു. പിന്നെ നമ്മളെ ഭർത്താവായി, നമ്മളെ ആങ്ങളമാരായി, ഉപ്പയായി, നമ്മളെ ഫാമിലിയായി, മക്കളായി, ഇതാണ് നമ്മളെ ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളവർ നമുക്ക് വേണം വേണ്ട എന്നല്ല, ആവശ്യത്തിന് മാത്രം. നമ്മളെല്ലാം തുറന്ന പുസ്തകം പോലെ എല്ലാം എണ്ണിപ്പെറുക്കി പറയുന്നിടത്താണ് നമ്മൾ ചതിയിൽ പെട്ടുപോവുക. ഈ ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷ കിട്ടൂല. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളുടെ മനസ്സിൽ മരണം വരെ ഈ ഒരു അങ്കലാപ്പാന്ന് മനസ്സിലുണ്ടാവുക. വഴിതെറ്റി പോകാനുള്ളൊരു കാരണവും കൂടി ഇതിൽ ആവും. ഇപ്പം എല്ലാ മതസ്ഥരും തന്നെ, നമ്മളെ മുസ്ലിങ്ങളും മാത്രമല്ല, എല്ലാ മതസ്ഥർക്കും പറ്റുന്ന ഒരു തകരാറ് ഇത് മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ അങ്ങേയറ്റം എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കുക. മനസ്സിനെ പാകപ്പെടുത്തുക. നമ്മളെല്ലാം തന്നെ പ്രൈവറ്റാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അത് നമ്മൾ പ്രൈവറ്റാക്കി തന്നെ വെക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും വിഷമങ്ങളും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു. എല്ലാവർക്കും തന്നെ സുഖം ഉണ്ടാവില്ല, ആർക്കും അങ്ങനെ ഉണ്ടാവില്ല. ഏത് വലിയ കോടീശ്വരന്മാർക്ക് അവരുടേതായ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും. അത് നമ്മൾ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നിടത്താണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യുക. നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജോലിയില്ലാന്ന് ആരും തന്നെ എന്നെ ഇന്ന് കുറേ കോളുണ്ടായിന്, എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ വാട്സാപ്പിൽ അവർ കോൾ ചെയ്യുന്നുണ്ടായിന്, എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല, ഞാൻ ജോലിയിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂട്ടുകാരിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും അസ്സലാമു.